അടുത്തായിട്ട് we can discuss about SDG, Sustainable Development Goal. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. സോ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഒരിക്കൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. SDG എന്ന് പറയുമ്പോൾ എന്താ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുമ്പോൾ 2015 2015 നമ്മുടെ UN ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത ചില ഗോൾസ് ആണ് ഈ പറഞ്ഞ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സോ ഇൻ 2015 September 193 countries committed to achieve some transformation in the economy. അവരുടെ എക്കണോമിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് കമ്മിറ്റ് ചെയ്തു. ആൻഡ് ഈ മാറ്റങ്ങൾ വഴി ചില ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുകയാണ് ഓരോ കൺട്രിയുടെയും ലക്ഷ്യം. സോ ഇൻ 2015 every country committed to undergo some transformation in the economy. പോവർട്ടി കുറയ്ക്കാനും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഹങ്കർ എറാഡിക്കേറ്റ് ചെയ്യാനും അങ്ങനെ ധാരാളം ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ കൺട്രീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വഴി ചില ഓവറോൾ ഗോൾസ് അച്ചീവ് ചെയ്യുകയാണ് കൺട്രീസിന്റെ ലക്ഷ്യം. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ആൻഡ് യു ക്യാൻ സി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? It can be defined as the development meeting the needs of present generation without compromising the ability of future generation to meet their own needs. അതായത് നിലവിലുള്ള ജനസംഖ്യയുടെ അല്ലെങ്കിൽ നിലവിലുള്ള പോപ്പുലേഷന്റെ ജനറേഷന്റെ നീഡ്സ് മീറ്റ് ചെയ്യപ്പെടണം. എന്നാൽ ഭാവി തലമുറയുടെ ഫ്യൂച്ചർ ജനറേഷന്റെ നീഡ്സ് ഓർ അവരുടെ വാണ്ട്സ് ചലഞ്ച് ചെയ്യാനും പാടില്ല. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ വിച്ച് വി ആർ ensuring that the present generation get the resources they want, but at the same time it does not affect the ability of future to use their resources. So നിലവിലെ പോപ്പുലേഷൻ ഡിമാൻഡ് മീറ്റ് ചെയ്യണം, എന്നാൽ ഭാവി തലമുറയുടെ ഫ്യൂച്ചർ ജനറേഷന്റെ ഡിമാൻഡ് എന്ത് ചെയ്യാൻ പാടില്ല, തടസ്സപ്പെടാനും പാടില്ല. അങ്ങനെ 2015 ആസ് പെർ ദിസ് UN റെസൊല്യൂഷൻ ട്രാൻസ്ഫോർമിംഗ് അവർ വേൾഡ് 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 17 ഗോൾസ് എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. സോ 2001 ജനുവരി 16 മുതൽ 2016 ജനുവരി 1 മുതൽ 2016 ജനുവരി 1 മുതൽ ഈ ഗോൾസ് നിലവിൽ വന്നു. അതിന് ടോട്ടൽ ദേ വേർ 17 ഗോൾസ്. 17 ഗോൾസ് ഉണ്ട്. ആൻഡ് ഈ 17 ഗോൾസിനകത്ത് there are some targets also. So overall you can see there are 17 goals and there are some sub targets also. ഇതിന് കീഴിൽ എന്തുണ്ട്, ഒരു ടാർഗറ്റ്സും കാണാൻ കഴിയും. അങ്ങനെ മൊത്തം 169 ടാർഗറ്റ്സും ഈ പറഞ്ഞ ഗോളിനകത്ത് ഉണ്ടാവും. ആൻഡ് ഈ ഒരു SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ UN നേരത്തെ ഒരു പ്രോഗ്രാം നേരത്തെ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരുന്നു. അതാണ് MDG, മിലേനിയം ഡെവലപ്മെന്റ് ഗോൾ. ആൻഡ് ഈ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ 2000 മുതൽ 2015 വരെയുള്ള കാലത്തായിരുന്നു MDG UN നടപ്പിലാക്കിയത്. ആ MDG വാസ് സക്സസ്ഫുൾ. പല കൺട്രീസിലും വലിയ മാറ്റങ്ങൾ MDG ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഉണ്ടായി.
അങ്ങനെയാണ് SDG ക്യാമ്പയിൻ UN ലോഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത്. And these are the 17 SDGs proposed by UN. The first one is no poverty. Poverty eradication ആണ് ഫസ്റ്റ് SDG എന്ന് പറയുന്നത്. SDG 2 is zero hunger. SDG 3 is ensuring health and well-being. SDG 4 is quality education. SDG 6 is gender equality. Sorry, 5 is gender equality. 6 നോക്കുവാണെങ്കിൽ clean water and sanitation. Then 7 is affordable and clean energy. 8 is decent work and economic growth. 9 is industry, innovation and infrastructure. 10 is reduced inequality. 11 is sustainable cities and communities. So ഈ ഒരു SDG പഠിക്കുമ്പോൾ എല്ലാ SDG പഠിക്കുക. കാരണം കഴിഞ്ഞ വട്ടത്തെ മെയിൻസിനകത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഡിസ്കസ് ദ ഇനിഷ്യേറ്റീവ്സ് ഓഫ് ദ ഗവൺമെന്റ് ഫോർ അച്ചീവിംഗ് SDG 13. SDG 13 വേണ്ടിയുള്ള സർക്കാർ ഇനിഷ്യേറ്റീവ് എന്തൊക്കെയാണ്? അപ്പൊ SDG 13 എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ വി ക്യാൻ റൈറ്റ് ദ ആൻസർ. അതുകൊണ്ട് തന്നെ ഓരോ SDGയും അറിഞ്ഞിരിക്കുക. SDG 1 എന്താണ്, 2 എന്താണ്, 3 എന്താണ്, 4 എന്താണ്, അങ്ങനെ എന്ത് ചെയ്യുക, പഠിക്കുക. ആൻഡ് യു ക്യാൻ യൂസ് സം കോഡ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോഡൊക്കെ വെച്ച് എന്ത് ചെയ്യാം, ഈ ഓരോ ഗോളും ഓരോ SDG നിങ്ങൾക്ക് പഠിക്കാം. ആൻഡ് 12 നോക്കുമ്പോൾ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ ആണ്. 13 ഈസ് ക്ലൈമറ്റ് ആക്ഷൻ ആണ് 13. Then 14 life below water. 15 life on land. 16 peace, justice and strong institution. And 17 partnership for the goals. So these are the 17 SDGs to be studied. ഇതെല്ലാം എന്ത് ചെയ്യണം, പഠിക്കണം. മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ടതാണ്. ഓരോന്നും പഠിക്കുക. അതുപോലെ നമ്മുടെ ഇന്ത്യയില് SDG മെഷർമെന്റ് ചെയ്യാൻ, SDGയുടെ പ്രോഗ്രസ് മെഷർ ചെയ്യാനായിട്ട് നീതി ആയോഗ് ഒരു സൂചിക റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് നീതി ആയോഗ് SDG ഇന്ത്യ ഇൻഡെക്സ്. ഇറ്റ് ഈസ് വേൾഡ്സ് ഫസ്റ്റ് ഗവൺമെന്റ് ലെഡ് ഇനിഷ്യേറ്റീവ് ടു മെഷർ SDG പ്രോഗ്രസ് ആണ്. ഒരു കൺട്രിയില് സർക്കാർ തലത്തിൽ SDGയുടെ പ്രോഗ്രസ് മെഷർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണ് SDG ഇന്ത്യ ഇൻഡെക്സ് ബൈ നീതി ആയോഗ് എന്ന് കാണാൻ കഴിയും. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ടു ക്യാപ്ചർ ദ പ്രോഗ്രസ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂട്ടീസ് ടുവാർഡ്സ് ദെയർ ജേർണി ടു SDG അച്ചീവ്മെന്റ്. SDG അച്ചീവ് ചെയ്യുന്ന ആ ഒരു ജേർണിയില് എന്തുമാത്രം പ്രോഗ്രസ് എല്ലാ സംസ്ഥാനവും UT കണ്ടക്ട് ചെയ്തെന്നാണ് ഈ ഇൻഡെക്സ് പറയുന്നത്. ആൻഡ് ദ റീസെന്റ് SDG ഇന്ത്യ ഇൻഡെക്സ് വന്നേക്കുന്നത് 2021 2021. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള SDG ഇന്ത്യ ഇൻഡെക്സ്. ദ തേർഡ് എഡിഷൻ ആണ് ലേറ്റസ്റ്റ് വന്നേക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഇൻ ദിസ് ഇൻഡെക്സ്, based on the score or based on the level of achievement, the states are categorized as aspirant, performer, front runner, achiever എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ആ നിലവിലെ SDGയുടെ സ്കോർ, ഇന്ത്യയുടെ ഓവറേജ് സ്കോർ നോക്കുമ്പോൾ 66 ആണ്. ഇത് കാണിക്കുന്നത് എന്താണ്, സുസ്ഥിര ലക്ഷ്യങ്ങളുടെ 66% ഇന്ത്യ അച്ചീവ് ചെയ്തു എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി 3 എഡിഷൻസ് ഇതുവരെ വന്നിട്ടുണ്ട്. A total of 3 editions were released till now, and എല്ലാ editionലും we can see there is an improvement in the SDG score of India. ഇന്ത്യയുടെ ആവറേജ് SDG സ്കോർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. And in the newly released report, you can see the number of front runners has increased to 22. Front runners means 65 to 99% സ്കോർ അച്ചീവ് ചെയ്ത സ്റ്റേറ്റ്സിന് എണ്ണം കൂടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ all states were above a score of 50 ആണ്. എല്ലാ സ്റ്റേറ്റ്സിനും സ്കോർ നോക്കുമ്പോൾ 50% മേലെയാണ്. അതുകൊണ്ട് തന്നെ ആസ്പിറന്റ് സ്റ്റേറ്റ്സ് ഒന്നുമില്ല.
ആസ്പിറന്റ് മാത്രമാണ് എന്ത് 50 താഴെ വരുന്നത്, 0 to 49. ബാക്കി പെർഫോമർ, ഫ്രണ്ട് റണ്ണർ, അച്ചീവർ. ഇതില് പെർഫോമർ റേഞ്ചിലാണ് മറ്റു സംസ്ഥാനങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. ആൻഡ് ഓൾസോ യു ക്യാൻ സി എല്ലാ സ്റ്റേറ്റ്സിന്റെയും സ്കോർ ഇൻ ദ ന്യൂ റിപ്പോർട്ട് ഹാസ് ഇംപ്രൂവ്ഡ് നമുക്ക് കാണാൻ കഴിയും. എല്ലാ സ്റ്റേറ്റ്സിന്റെയും സ്കോർ ഇംപ്രൂവ് ചെയ്തു. ആൻഡ് കേരളമാണ് ടോപ്പ് ചെയ്യുന്ന സംസ്ഥാനം. ആൻഡ് കേരളം കഴിഞ്ഞ് യു ക്യാൻ സി ദർ ഈസ് തമിഴ്നാട്, ഹിമാചലൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ SDG മാറ്റം ഉണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ SDG സ്കോർ ചേഞ്ച് വരുന്നത് ഇറ്റ് ഈസ് മിസോറം, ഹരിയാന, ഉത്തരാഖണ്ഡ് ആണ്. ഈ സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് SDG ഉണ്ടായത് നമുക്ക് കാണാം. അതുപോലെ ചില ലക്ഷ്യങ്ങളിൽ ചില സംസ്ഥാനങ്ങൾ 100% അച്ചീവ്മെന്റ് കൈവരിച്ചതായിട്ട് കാണാൻ കഴിയും. ഇപ്പം ഗോൾ 7 നമ്മൾ പറഞ്ഞാണല്ലോ, ഗോൾ 7 ഈസ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. സോ ഗോൾ 7 നോക്കുമ്പോൾ ഇറ്റ് വാസ് അച്ചീവ്ഡ് 100% ബൈ 15 സ്റ്റേറ്റ്. അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജിയുടെ കേസിൽ 15 സംസ്ഥാനം, 5 UT ഹാസ് അച്ചീവ്ഡ് 100% ഗോൾ എന്ന് കാണാം. അതുപോലെ ഗോൾ 6 ഹാസ് അച്ചീവ്ഡ് ബൈ 1 സ്റ്റേറ്റ് ആൻഡ് 1 UT. ഗോൾ 10 ഹാസ് അച്ചീവ്ഡ് ബൈ 1 UT. സോ നോക്കുമ്പോൾ പല സംസ്ഥാനങ്ങളും നല്ലൊരു പ്രോഗ്രസ് ഈ SDG ഗോൾസിൽ എടുത്തായിട്ട് നമുക്ക് കാണാം. ആൻഡ് അതുപോലെ മുന്നേ ഉള്ള ടൈമില് പെർഫോമൻസിന്റെ എണ്ണം കൂടുതലായിരുന്നു, ഫ്രണ്ട് റണ്ണേഴ്സിന്റെ എണ്ണം കുറവായിരുന്നു 2019. എന്നാൽ 2020 ആയപ്പോ എന്താ അത് കൂടിയിട്ട് നമുക്ക് കാണാം. ആൻഡ് ഓൾസോ യു ക്യാൻ സി ദ സ്കോർ ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. സോ ഓൾ ഇന്ത്യ ആവറേജ് 66 ആണ്, കേരളത്തിന് എത്ര 75 ആണ്. സോ നാഷണൽ അതിനേക്കാൾ കൂടുതലാണെന്ത് കേരളത്തിന്റെ സ്കോർ. കേരളം കഴിഞ്ഞാൽ തമിഴ്നാട്, ഹിമാചൽ, ആന്ധ്ര നമുക്ക് കാണാം. ദിസ് ഈസ് ദ പെർഫോമൻസ് ഓഫ് സ്റ്റേറ്റ്സ്. ദിസ് ഇസ് ദ പെർഫോമൻസ് ഓഫ് UT. ആൻഡ് UTയില് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാണിക്കുന്നത് ചണ്ഡീഗഡ് ആണ്. 79 ആണ് ചണ്ഡീഗഡിലെ SDG സ്കോർ, which means it has the highest SDG score among state and UT. കേരളത്തിൽ 75 വരുന്നത്, കേരളത്തിനേക്കാൾ ഉയർന്ന സ്കോർ ആണ് ചണ്ഡീഗഡിന് വരുന്നതായിട്ട് നമുക്ക് കാണാം, 79. So that was about SDG India Index. Now we can see Sustainable Development Report. So SDG India Index പോലെ നമ്മുടെ ഗ്ലോബൽ ലെവലിൽ വന്ന ഒരു റിപ്പോർട്ടാണ് Sustainable Development Report. It is an assessment of a country's progress towards achieving SDG. നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ എത്രമാത്രം പ്രോഗ്രസ് ഒരു കൺട്രിക്ക് ഉണ്ടായി എന്നും മെഷർ ചെയ്യുന്ന റിപ്പോർട്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. ഈ ഡെവലപ്മെന്റ് റിലീസ് ചെയ്തത് ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് ആണ്, SDSN. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് ആണ് ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഈ റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് വിൽ ബി ട്രാക്കിംഗ് വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ എ കൺട്രി. ഒരു കൺട്രിയിലെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, ഡിഫറെന്റ് ഇംപ്രൂവ്മെന്റ്സ് എന്ത് ചെയ്യുന്നു, ട്രാക്ക് ചെയ്യുന്നു. അതനുസരിച്ച് കൺട്രീസിനെ റാങ്ക് ചെയ്യാറുണ്ട് ആര്, SDSN. ആൻഡ് ആസ് പെർ ദ ന്യൂലി റിലീസ്ഡ് SDG ഇൻഡെക്സ്, ഗ്ലോബൽ ലെവൽ റിലീസ് ചെയ്ത, നീതിവന്റെ അല്ല കേട്ടോ, ഗ്ലോബൽ ലെവൽ റിലീസ് ചെയ്ത സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ടില് 2023 SDG ഇൻഡെക്സ് നോക്കുമ്പോൾ ഫിൻലൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക് ഇവരാണ് ടോപ്പ് ചെയ്യുന്നത്. അതുപോലെ ആദ്യത്തെ 10 പൊസിഷൻസ് ടോപ്പ് ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസ് ആണ്. ആൻഡ് യു ക്യാൻ സി ദ റാങ്കിങ് ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദിസ് ലിങ്ക്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോ കൺട്രീസിന്റെ റാങ്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ 2005 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ, സോ ബിറ്റ്വീൻ ദ പീരീഡ് 2015 to 2019, the world has made significant progress in SDG. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ അച്ചീവ്മെന്റിൽ നല്ലൊരു പ്രോഗ്രസ് എടുക്കുന്നുണ്ട്. എന്നാൽ 2019 ശേഷം, സിൻസ് ദ
ഔട്ട്ബ്രേക്ക് ഓഫ് പാൻഡമിക്, അതുപോലെ അതിനുശേഷം ഉണ്ടാവുന്ന മൾട്ടിപ്പിൾ ജിയോ പൊളിറ്റിക്കൽ മിലിറ്ററി ക്രൈസിസ്, ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ്, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ചലഞ്ചസ്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? ഇവയൊക്കെ നമ്മുടെ ഡെവലപ്മെന്റിനെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ പിന്നാക്കം വലിക്കുകയാണ്. സോ ആസ് പെർ ദിസ് റിപ്പോർട്ട് ഇറ്റ് സെഡ് ദാറ്റ് there is a progress in the SDG achievement among the countries between 2015-19. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ പാൻഡമിക് മൂലവും ഗ്ലോബലുള്ള മിലിറ്ററി ടെൻഷൻസ്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ്, ക്ലൈമറ്റ് ഇഷ്യൂസ് ഒക്കെ കാരണം ഇറ്റ് ഈസ് ആക്ച്വലി എ സെറ്റ് ബാക്ക് ഫോർ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് കാണാൻ കഴിയും. ആൻഡ് I also shared the link for the executive summary. നിങ്ങൾ ഈ പറഞ്ഞ റിപ്പോർട്ടിന്റെ സമ്മറി വായിക്കണമെങ്കിൽ യു ക്യാൻ ഗോ ടു ദിസ് ലിങ്ക്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. വേണമെങ്കിൽ എന്ത് ചെയ്യാം, if you are interested, you can read this summary also from the link given in the slide. ആൻഡ് ഇന്ത്യയുടെ പൊസിഷൻ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ റാങ്കിങ് 112 ആണ്. 176 രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ റാങ്ക് ചെയ്യുന്നു. അതിൽ 112 നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ്. ആ ഇന്ത്യയുടെ സ്കോർ നോക്കുമ്പോൾ 63.4 ആണ്. 63.4 ആണ് SDG ഇൻഡെക്സിൽ, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് റിലീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്കോർ. ആൻഡ് യു ക്യാൻ സീ ദ പെർഫോമൻസ് ഓഫ് വേരിയസ് ഇൻഡീസസ്. ആൻഡ് ഇവരെ ഗ്രീൻ സൈൻ കാണിക്കുന്നത് ഇംപ്രൂവ്മെന്റ് ആണ്. ഈ ഗ്രീൻ സൈൻ കാണിക്കുന്നത് എന്താ, ഈ ഒരു ടൈമിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, വിച്ച് മീൻസ് ദർ ഈസ് ഓൺ ട്രാക്ക്. ഇപ്പൊ SDG 1 നോക്കുമ്പോൾ ഇന്ത്യ ഈസ് ഓൺ ട്രാക്ക് ഇൻ അച്ചീവിംഗ് ദിസ് ഗോൾ. ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ ഇൻ ട്രാക്കിലാണ് ഇന്ത്യ. ദെൻ ദ ആരോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ദ ഓറഞ്ച് കളർ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, സ്റ്റാഗ്നേറ്റിംഗ് ആണ്. ആ പ്രോഗ്രസ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്ലാൻഡിംഗ് ആയിട്ടുള്ള ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് മോഡറേറ്റ്ലി ഇംപ്രൂവിംഗ് ആണ്. അതുപോലെ ഈ SDG ഗോളിന്റെ റെഡ് കളർ, അതുപോലെ തന്നെ ഗ്രീൻ കളർ, യെല്ലോ കളർ, ഓറഞ്ച് കളർ, അതിനും ഒരു മീനിങ് ഉണ്ട്. ആൻഡ് ഗ്രീൻ കളർ എന്ന് വെച്ചാൽ എന്താ, SDG ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം 30, 12 ഇതൊക്കെ എന്താണ്, ഗ്രീൻ കളറാണ്. വിച്ച് മീൻസ് വി ഹാവ് അച്ചീവ് ദ SDG ടാർഗറ്റ്സ്. SDG ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള പ്രോഗ്രസ് എന്താ, കുറച്ച് കുറവാണ് എന്നേ ഉള്ളൂ. വി ഹാവ് അച്ചീവ് ദ ടാർഗറ്റ്. ദെൻ ഓറഞ്ച് ആണെങ്കിൽ ദർ ഈസ് സിഗ്നിഫിക്കന്റ് ചലഞ്ചസ് പെൻഡിങ് ഇൻ ദ ഗോൾ. യെല്ലോ ആണെങ്കിൽ ദർ ഈസ് സം ചലഞ്ചസ് റിമൈനിങ് ഇൻ ദ ഗോൾ. ദെൻ റെഡ് കളർ ആണെങ്കിൽ എന്താ, മേജർ ചലഞ്ചസ്. ഈ പറഞ്ഞ ഗോൾസില് ദർ ഈസ് മേജർ ചലഞ്ചസ്, ധാരാളം ചലഞ്ചസ് പെൻഡിങ് ആണ്. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ ഇന്ത്യ റാങ്ക് എന്ന് അറിഞ്ഞിരിക്കുക 112 ഔട്ട് ഓഫ് 166. അതേപോലെ 2000 വന്ന MDG ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ UN നേരത്തെ കൊണ്ടുവന്ന MDG സക്സസ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ലോഞ്ച് ചെയ്യുന്നത്, SDG ലോഞ്ച് ചെയ്യുന്നത്. 2000 മുതൽ 2015 വരെ ആയിരുന്നു MDG ഓർ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിന്റെ ടൈം പീരീഡ്. ആൻഡ് 8 ഗോൾസ് ആണ് വരുന്നത്. There were 8 Millennium Development Goals and 18 targets and 14 indicators to measure the result. And you can see the goals. Goals മാത്രം നോക്കി വെക്കുക, കാരണം കഴിഞ്ഞാണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. Just go to the goals of MDG. എന്തൊക്കെയാണ്? First goal is eradicate extreme hunger and poverty. The second is achieve universal primary education. Third is promote gender equality and empower women. Fourth is reduce child mortality. Fifth is improve maternal health. Sixth is combat HIV or AIDS, malaria and other diseases. 7 is ensure environment sustainability. 8 is develop a global partnership for development. നോക്കുവാണെങ്കിൽ
ഈ ഒരു ഗോൾസിൽ മെജോറിറ്റിയും പല കൺട്രിക്കും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. പല കൺട്രിക്കും ഈ ഗോൾസിൽ പറഞ്ഞ ടാർഗറ്റ്സ്, ഈ ഗോൾസിൽ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് UN has observed that this setting of target for the countries was a success. അതൊരു സക്സസ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ആയിരുന്നു മനസ്സിലാക്കി. അങ്ങനെയാണ് 2016 മുതൽ 2030 വരെയുള്ള 2016 മുതൽ 2030 വരെയുള്ള 15 വർഷക്കാലം മറ്റു കുറച്ച് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഗോൾസ്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടാർഗറ്റ് UN മുന്നിട്ട് വെച്ചത്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. So hereby we are concluding our discussion of SDG. So that's all about SDG. And here you can see the progress. നോക്കൂ, ഇന്ത്യയുടെ നോക്കുമ്പോൾ പല ഏരിയയിലും നമ്മുടെ SDGയുടെ കേസ് നോക്കുമ്പോൾ, MDGയുടെ കേസ് നോക്കുമ്പോൾ പല ഏരിയയിലും ഒരു ഇംപ്രൂവ്മെന്റ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. So among the MDG goals, you can see India has made significant improvement എന്ന് നമുക്ക് കാണാം. So that's all for today.